അപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണ് നോമ്പിന് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള സമയം. ആ സമയം നമുക്കുള്ള ആ ഇടിപിടി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് മിനിമലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സ്നാക്സ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു 1-2 സ്നാക്കുമ്പോൾ മാത്രം പിടിക്കുക. ഒരു 3-4 ആഴ്ചൻ്റെ പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മളെ പണികളും കുറയും, ക്ഷീണവും കുറയും, നമുക്ക് നല്ല റാഹത്തിൽ ആ നോമ്പ് നിങ്ങൾക്ക് നോറ്റ് തീർക്കാൻ പറ്റും കേട്ടോ. തെളിവാണ്, എനിക്ക് ശരിക്കും അനുഭവം ഉള്ളതാണ്. അല്ലാതെ നമ്മൾ എന്തോരം ക്ഷീണിക്കും നമ്മൾ ഇതൊക്കെ കാണുന്നതിൻ്റെയും പിന്നെ നമുക്ക് എന്താ പറയുക പ്രാർത്ഥനകളൊക്കെ മിസ്സിങ് ആയി പോകുന്നതിൻ്റെ ഒക്കെ ഇത് ഇറിറ്റേഷൻ നമ്മളെ മൈൻഡിൽ ഉണ്ടാവും. നോമ്പുണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യേ ഈ നോമ്പ് എനിക്ക് ശരിക്കും ഫുള്ള് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയുക ഷോപ്പിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആ റമളാൻ്റെ അവസാനത്തെ 10 ഉണ്ടല്ലോ, ആ